ഹായ് ഫ്രണ്ട്സ്, ജോബിയാണേ. എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം നേർന്നുകൊള്ളുന്നു. ഹാപ്പി ന്യൂ ഇയർ. അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് ആദ്യം അത് പറഞ്ഞോട്ടെ. ഈ ഒരു വർഷം എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കും എല്ലാവിധ സന്തോഷങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു പുതുവർഷവും കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ തന്നെ നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ വന്നത് നെൽകർഷകർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ നെൽകർഷകർക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടിപ്പം നമുക്ക് വന്നിരിക്കുന്നൊരു സംഭവമാണ് ഈ കുട്ടംകുത്തിൻ്റെ ഒരു പ്രശ്നം. എല്ലാ കൃഷിക്കാരും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ്. സത്യത്തിൽ കൃഷിക്കാർക്ക് വരുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്നാണെന്നറിയും. ഈ കുട്ടംകുത്ത് എന്ന് പറയുന്ന സംഭവം, ആ സാധനം കുത്തി അത് പണിയും കഴിഞ്ഞ് പോയതിന് ശേഷം മാത്രമേ ഈ കൃഷിക്കാർക്ക് ഇങ്ങനൊരു സംഭവം നമ്മുടെ നെല്ലിന് വരുത്താവുന്ന കേടുകൾ വരുത്തിയതിന് ശേഷം നമുക്ക് നഷ്ടങ്ങളുണ്ടായതിന് ശേഷം മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ ഇങ്ങനൊരു രോഗമാണ് ആ ചെടിക്ക് പിടിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ചെയ്യേണ്ട, ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ തൃശ്ശൂർ പാലക്കാട് നിന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ ഇവരിപ്പോൾ 2 പ്രാവശ്യം വരെ കാർട്ടാപ്പ് പോലുള്ള വളത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വിഷങ്ങൾ അത് വളവുമായിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് അത് ചെടിക്ക് കൊടുത്തിട്ട് അപ്പോൾ ആ ചെടിയെ പിന്നെ കുട്ടം കുത്തിയാൽ ഏക്കത്തില്ല, അങ്ങനെയുള്ള അതാണ് പറയുന്നത്. അങ്ങനെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാനൊരു സംശയം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മണ്ണിൻ്റെ pH കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചെടിക്ക് വളം സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? അതിൻ്റെ മണ്ണിൻ്റെ pH കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചെടി വളമെടുക്കത്തുള്ളൂ. ചെടി വളമെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വളത്തിൻ്റെ കൂടെ ഇങ്ങനൊരു കെമിക്കലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുമോ? ചോദ്യം ശരിയല്ലേ? അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുമോ? അത് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മളൊരു ഒരു കൂലിച്ചെലവ് കുറച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഇതിൻ്റെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ കുട്ടംകുത്തിനെ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ ഈ നെൽകൃഷിയുടെ ഒരു വിജയത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കാതെ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനൊരു സംഭവം വന്നു, അപ്പം എല്ലാ പ്രാവശ്യവും അവിടെ വരുന്ന ഒരു കാലാവസ്ഥയാണ്, അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ അതിന് മുൻകരുതലെടുത്ത് നിങ്ങൾ പോയെങ്കിൽ മാത്രമേ നിങ്ങൾ രോഗം വന്ന് ചികിത്സിച്ച് പോയി നമുക്ക് നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 120 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ ഏസോർണം അറിയുന്നത്. അപ്പം നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഡെയിലി ഫീൽഡിൽ പോകുന്നവരോ അല്ലെ 3-4 ദിവസം കൂടുമ്പോൾ ഫീൽഡിൽ പോകുന്നവർക്ക് ചെറിയ വ്യത്യാസങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ വന്ന് നമ്മൾ മൊത്തം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഓടി നടന്ന് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടംകുത്തിന് എൻ്റെ അറിവിൽ ഒരു 30 ആകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഫീൽഡുകളിൽ ഇലകളിലൂടെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന കെമിക്കലുകൾ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കമ്പനിയുടെ പരസ്യമാണെന്ന് പറയും. നല്ല പ്രോഡക്ഷൻ വില കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 25-25 ദിവസം അല്ല 30 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ നിങ്ങൾക്ക് 2-3 വർഷമായിട്ട് ഈ കുട്ടംകുത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഓലചുരുട്ടിയുടെ പ്രശ്നം കൊണ്ടും നിങ്ങൾ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ഫീൽഡ് അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇലകളിലൂടെ കൊടുക്കാൻ പറ്റുന്നതിനാണ് ഒന്നുകൂടെ റിസൾട്ട്. പക്ഷേ അപ്പോൾ അതിനിപ്പോൾ ചില എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഒരു 10-40 ദിവസത്തേക്ക് നമ്മുടെ ചെടിയെ സംരക്ഷിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത അവസാനത്തെ ഘട്ടത്തിലേക്ക് കടന്നാൽ മതി.